എന്തായാലും നിവേദ്യം കഴിഞ്ഞ ഉടനെ പായസം കൊടുക്കും. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ 3 ടൈപ്പ് പായസം കണ്ടായിരുന്നു. അപ്പോൾ വേറൊരു ചേട്ടനാണ് ഇതാ പായസം സംഭവം റെഡിയാക്കി. അതിൻ്റെ ഇൻഗ്രീഡിയൻസിന് വേണ്ടി കുറച്ച് പഴമൊക്കെ ആണെങ്കിൽ അതിലോട്ട് സംഭവം തട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് ചേട്ടൻ്റെ തന്നെ ചോദിക്കാം. അതിന് മുമ്പ് ഓക്കെ ഇതാ പഴമൊക്കെ ഇട്ട് കഴിഞ്ഞു. ഓക്കെ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കാം. ചേട്ടാ പേരെങ്ങനെയാ? ധർമ്മരാജൻ. ഓക്കെ, നമ്മൾ എന്ത് പായസമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത്? ശർക്കര പായസം. എത്ര പേർക്കുള്ളത്? 200 പേർക്ക് കൊടുക്കാൻ പറ്റുന്ന ശർക്കര പായസം. എന്തൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്? ഇങ്ങോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കൂ. എല്ലാം എത്ര വേണമെന്നൊന്നും പറഞ്ഞില്ലല്ലോ. അളവൊന്നും പറഞ്ഞില്ല. അതൊക്കെ സീക്രട്ട് ആണല്ലേ? ഉണ്ടാക്കുന്നത് നല്ല അടിപൊളി ശർക്കര പായസമാണ് സംഭവം ഉണ്ടാക്കുന്നത്. ഇത് സ്പോൺസർ ആരാണ്? ഇത് ആരാണ് ചെയ്യുന്നത്? റെയിൽവേ സ്റ്റാഫിന്റെ കോൺട്രാക്ട് പോർട്ടേഴ്സിന്റെ വകയായിട്ടാണ് ഇത്. ഓക്കെ, എത്ര പേർക്ക് കുടിക്കാൻ പറ്റും ഈ പായസം? എത്ര പേർക്ക് കുടിക്കാൻ പറ്റും? 200 പേർക്കും കുടിക്കാൻ പറ്റും. 200-250 പേർക്കൊക്കെ കുടിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. എന്തായാലും നിവേദ്യം കഴിഞ്ഞ ഉടനെ പായസം കൊടുക്കും. നമുക്ക് എല്ലാവർക്കും ലാവിഷായിട്ട് കുടിക്കുകയും ചെയ്യാം. പാത്രത്തിൽ വന്നു കഴിഞ്ഞാൽ കൊടുക്കുമോ? അതാ കപ്പിൽ മാത്രമേ കൊടുക്കുള്ളൂ? കുറച്ച് കൂടുതൽ കൊടുക്കാൻ പറ്റൂല. എല്ലാവർക്കും കൊടുക്കേണ്ടതല്ലേ അല്ലേ? ഓക്കെ. അപ്പോൾ പായസം നല്ല രീതിയിൽ സംഭവം നല്ല രീതിയിൽ മിക്സിങ് നടക്കുന്നുണ്ട്. ഇവിടെയുണ്ട് പായസമുണ്ട്. തൊട്ടപ്പുറത്ത് ഒരു നമ്മളൊരു പായസം കൊണ്ട് ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലുണ്ട് പായസം. അപ്പോൾ 3 പേർക്ക് മാത്രമേ ഇവിടെ പായസം വയ്ക്കാനുള്ള പെർമിഷൻ ഉള്ളത്. വേറെ പബ്ലിക്കിനൊന്നും പെർമിഷൻ ഇല്ല. പബ്ലിക്കിനില്ല. അവർക്ക് മാത്രമേ ഉള്ളൂ പെർമിഷൻ. എല്ലാ വർഷവും നടത്താറുള്ളത് തന്നെ. എല്ലാ വർഷവും നടത്താറുള്ളത് തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഇത്തവണയും പുതിയ എത്ര വർഷമായിട്ടുണ്ട്? 39 വർഷത്തോളം മുടങ്ങാതെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. 39 എന്നുള്ള നമുക്ക് 100 അടിക്കണം. അപ്പോൾ പായസം ഇതാ നല്ല രീതിയിലാണ് ഇതാ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വേറെ ടൈപ്പ് ശർക്കര പായസമാണ്. ഇതാ ആൾക്കാർ ഇതാ സംഭവം എല്ലാവരും ആ സംഭവം വരുന്നുണ്ട്. ഗ്രീൻ പോട്ടേഴ്സിൻ്റെ വകയായിട്ടുള്ളതാണ്. പുതിയ കാവ് പൊങ്കാല ഗ്രീൻ പോട്ടേഴ്സിൻ്റെ വകയായിട്ടുള്ളതാണ് ഇത്തരത്തിലുള്ള ഒരു പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള പായസം മേക്കിങ്. തൊട്ടപ്പുറത്ത് ഡ്രിങ്ക്സ് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇപ്പുറത്തെ 2 സൈഡിലും പായസത്തിൻ്റെ സംഭവങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് ആണ്. ഇതാണ് നമ്മുടെ റെയിൽവേയുടെ ഓഫീസാണ്. ഓക്കെ, ഇതാ പഴം വീണ്ടും കട്ട് ചെയ്തിട്ട് സംഭവം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. റെയിൽവേ ഗ്രീൻ പോട്ടേഴ്സിന്റെ വകയായിട്ടുള്ളതാണ്. നമുക്കിവിടെ ഒരു പായസം മേക്കിങ്. ജസ്റ്റ് ഒന്ന് ചോദിക്കാം, എന്താണ് ഇതിന്റെ പ്രത്യേകത? എന്താണ്? എത്ര പേരാണ്? എല്ലാവരും ഉണ്ടോ? എല്ലാവരും കൂടി ചേർന്ന് നടത്തുന്നവരാണ്. എല്ലാ വർഷവും നടത്താറുണ്ട്? എല്ലാ വർഷവും. ഓക്കെ, എല്ലാവരുടെ പേരെന്ന് പറയോ? ലാൽ, ഗണേഷ്, അനിൽകുമാർ, ഓക്കെ, ഹക്കീം, നിങ്ങളെല്ലാവരും എത്ര പേരുണ്ട് ടോട്ടല്? കോൺട്രാക്ട് എംപ്ലോയീസ് ആണ് 24. ഓക്കെ, റെയിൽവേ നമ്മുടെ കൊല്ലം റെയിൽവേയിൽ 24ഓളം എംപ്ലോയീസ് ചേർത്ത് നടത്തുന്ന ഒരു പായസത്തിന്റെ മേക്കിംഗ് ആണ് ഗൈസ്.